എത്ര രൂപയാണ് നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. ഇപ്പം നമ്മൾ പല പ്രോപ്പർട്ടിയും കാണാൻ പോയി, നമ്മൾ 100 ദിവസം നടന്ന് കണ്ടു, എല്ലാത്തിനും 4 കോടി 5 കോടി 10 കോടി വരെ, നമ്മുടെ അടുത്ത് ആകെ 50 ലക്ഷമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഈ ക്ലിയറായി നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കണം. അത് നമ്മളെ കൺസൾട്ടന്റിനോട് നമ്മൾ പറയുന്നത്, എനിക്ക് 50 ലക്ഷം രൂപയോ വരുന്ന ഒരു പ്രോപ്പർട്ടി ആവശ്യമുള്ളൂ, അതാണ് എനിക്ക് വേണ്ടിയിട്ട് നോക്കേണ്ടത്, നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റണം. അതേപോലെ തന്നെ നമ്മൾ എത്ര നാളത്തെ ഇത് കീപ്പപ്പ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിൽ തീരുമാനിക്കണം. അതിനനുസരിച്ച് ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിൽ ഫോക്കസ് ചെയ്യണം. അത് നമുക്ക് റീസെയിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് അഗ്രികൾച്ചർ പ്രോപ്പർട്ടിയെയും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയെ അപേക്ഷിച്ച്. എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതിനെ സംബന്ധിച്ച് എന്നുള്ളത് ക്ലിയർ ആക്കുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നത്.